പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ തകർപ്പൻ ജയവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് FC മുന്നേറുന്നു. ഷിങ്ലോൺ ലെജോഗിനെതിരെ 1-3 ഗോളുകൾക്കായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ സൂപ്പർ കപ്പിലെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ആദ്യ മത്സരത്തിൽ പെപ്ര ഇരട്ട ഗോൾ നേടുകയും മുഹമ്മദ് ഐമൻ ഒരു ഗോൾ സ്വന്തമാക്കുകയും ചെയ്തു. വളരെ ശക്തമായ ടീമുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഷിങ്ലോൺ ലെജോഗിനെ നേരിടാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആദ്യ മിനിറ്റ് മുതൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 15-ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC മുന്നിലെത്തി. പെപ്രയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ഗോൾ സമ്മാനിച്ചത്. ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസിന്റെ പാസിൽ നിന്നും മികച്ചൊരു ഫിനിഷിംഗിലൂടെ ഗാനാ താരം ഷിങ്ലോങ്ങിന്റെ വല കുലുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 26-ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC രണ്ടാം ഗോൾ നേടി. സൂപ്പർ താരമായ പ്രബീർ ദാസിന്റെ ക്രോസിൽ നിന്നും ക്വാമി പെപ്ര തന്നെയാണ് രണ്ടാമത്തെ ഗോളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സ് രണ്ടാം ഗോൾ നേടിയതിന് പിന്നാലെ തന്നെ ഷിങ്ലോങ് ലെജോങ്ങും ഒരു ഗോൾ തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നു. ഷിങ്ലോങ് ലെജോങ് ഗോൾ സ്വന്തമാക്കിയിരുന്നത് പെനാൽറ്റിയിലൂടെ ആയിരുന്നു. തുടർന്ന് ഒന്നാം പകുതി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ലീഡ് ഉയർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് മുതലാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. തുടർന്ന് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്നാം ഗോളും നേടി. മൂന്നാമത്തെ ഗോൾ സ്വന്തമാക്കിയിരുന്നത് മുഹമ്മദ് ഐമൻ ആയിരുന്നു. വലത് വിങ്ങിൽ നിന്നും ഡൈസുക്കെ സക്കായിയുടെ ക്രോസ് ഐമൻ ഹെഡറിലൂടെ ഗോളാക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് 70-ാം മിനിറ്റിൽ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസിന്റെ ഒരു തകർപ്പൻ ഷോട്ട് ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇതിനുശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ സൗരവ് മണ്ടേലിന്റെ ഒരു ഉഗ്രൻ ഷോട്ടും പോസ്റ്റിൽ തട്ടി തിറച്ചുപോയി. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ 2024-ലെ ആദ്യ മത്സരം തന്നെ വിജയത്തോടെ തുടങ്ങിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് എല്ലാ മത്സരങ്ങളിലും വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് CK Talks ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.